ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയെ കെട്ടുകെട്ടിച്ച ആത്മവിശ്വാസത്തിൽ ഇറങ്ങുന്ന ഇന്ത്യ മുന്നണിയുടെ പരിച്ഛേദമായ മഹാവികാസ് അഘാടി സഖ്യവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ബി.ജെ.പിയുടെ അപ്രമാദിത്വം നിഷ്പ്രഭമാക്കിയ വിജയമാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം പിടിച്ചെടുത്തത്. പിന്നാലെ ഈ സഖ്യത്തിൽ നിന്നും പാർട്ടി വിട്ട പല നേതാക്കന്മാരും തിരികെ വരാനുള്ള ഒരുക്കം തുടങ്ങിയിരുന്നു. എന്നാൽ ഇക്കൂട്ടർക്ക് നിരാശ നൽകുന്ന വാക്കുകളാണ് നേതാക്കന്മാരായ ഉദ്ധവ് താക്കറയിൽ നിന്നും ശരത് പവാറിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ശിവസേനയെ പിളർത്തി ബി.ജെ.പി പക്ഷത്തിനൊപ്പം പോയ എം.എൽ.എമാർ തിരിച്ചു വന്നാൽ സ്വീകരിക്കില്ല എന്ന് ഉദ്ധവ് താക്കറെ തറപ്പിച്ചു പറയുകയാണ്. മഹാരാഷ്ട്രയിൽ ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം ഒന്നിച്ച് മത്സരിക്കുമെന്നും ഉദ്ധവ് താക്കറെ പ്രഖ്യാപിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന മുന്നണി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് നേതാക്കന്മാർ വിമതരുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയത്. എൻ.സി.പി ശരത് പവാർ പക്ഷം അധ്യക്ഷനായ ശരത് പവാറിനെയും കോൺഗ്രസ് നേതാവായ പൃഥ്വിരാജ് ചവാനെയും സാക്ഷി നിർത്തിയായിരുന്നു പ്രഖ്യാപനം. ഉദ്ധവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളെ വിട്ടുപോയവർക്ക് ഇപ്പോൾ തിരിച്ചു വരണം എന്നതാണ്, പക്ഷെ അവരെ തിരിച്ചെടുക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മഹാസഖ്യത്തിന്റെ വിജയ തുടക്കം മാത്രമാണിത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സഖ്യം വിജയിക്കും. ഈ വാക്കുകൾ പ്രതിപക്ഷ സഖ്യത്തിന് നൽകുന്ന ഉണർവും ചെറുതല്ല. മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സഖ്യം വ്യാജ പ്രചരണങ്ങൾ നടത്തിയെന്ന ബി.ജെ.പിയുടെ ആരോപണങ്ങൾക്കെതിരെ ഉദ്ധവ് താക്കറെ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. നരേന്ദ്രമോദി നടത്തിയ വ്യാജ പ്രചരണങ്ങൾ എത്രയാണെന്ന് ചോദിച്ച ഉദ്ധവ് മംഗല്യസൂത്രം പോലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയത് ആരാണെന്നും തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. അജിത് പവാറിനെ തിരിച്ച് എൻ.സി.പിയിലേക്ക് ക്ഷണിക്കാനുള്ള സാധ്യതകൾ ശരത് പവാറും തള്ളിക്കളയുകയാണ്. മഹാവികാസ് അഘാടിക്ക് വിജയസാധ്യത ഒരുക്കിത്തന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്നതായും ശരത് പവാർ പരിഹസിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തങ്ങൾക്കൊപ്പമാണ് നിന്നതെന്നും നിയമസഭയിലും ഇതേ ജനവികാരം പ്രതിഫലിക്കുമെന്നും പൃഥ്വിരാജ് ചവാനും പറയുന്നുണ്ട്. മഹാസഖ്യത്തിൽ വല്യേട്ടൻ മനോഭാവമില്ല. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും സീറ്റ് ധാരണയിലെത്തുക. ഇക്കാര്യത്തിൽ ആദ്യഘട്ട ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും പൃഥ്വിരാജ് പറയുന്നുണ്ട്. എന്തായാലും മഹാസഖ്യം, പ്രത്യേകിച്ച് കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച മുന്നേറ്റമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയത്. 17 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് പാർട്ടി 13ഇടത്തും ജയിച്ചിരുന്നു. ആകെ 48 ലോക്സഭാ സീറ്റുകളാണ് മഹാരാഷ്ട്രയിലുള്ളത്. കനത്ത പരാജയം ഏറ്റുവാങ്ങിയ ബി.ജെ.പിക്ക് ഏത് പാർട്ടിയെ തള്ളണം, ഏതിനെ കൊള്ളണം എന്ന ആശയക്കുഴപ്പം ഇപ്പോൾ മുന്നിലുണ്ട്.